നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പൊരിയാവൽ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സൂപ്പർ സോഫ്റ്റ് കലത്തപ്പമാണ്. ഇതിന്റെ രുചി നിങ്ങൾ ശരിക്കും കഴിച്ചു തന്നെ അറിയണം. ആദ്യം ഇതിനു വേണ്ടി എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. 2 ടീസ്പൂൺ നെയ്യ്, മിൽമയുടെ നെയ്യ്, 1 നുള്ള് ഉപ്പ്, 1/4 ടീസ്പൂൺ അപ്പസോഡ, 1 ഏലക്ക, 3 ടീസ്പൂൺ പൊരിയാവല്, 3 ടീസ്പൂൺ തേങ്ങ നുറുക്കിയത്, 7-8 അണ്ടിപ്പരിപ്പ്, 3 അച്ച് ശർക്കര, വലിയൊരു ഗ്ലാസ് അരി, പച്ചരി, ജ്യൂസ് ഗ്ലാസ് ആണ് ഈ വലിയ ഗ്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, 2 ടീസ്പൂൺ ചൂടുള്ള ചോറ്. നമ്മൾ നേരത്തെ അരി എടുത്ത വലിയ ഗ്ലാസ് ഉണ്ടല്ലോ, അതിന് 3/4 ഗ്ലാസ് വെള്ളം, 10 ചെറിയ ഉള്ളി അരിഞ്ഞത്. എത്ര സാധനങ്ങളാണ് നമുക്കിതിന് വേണ്ടി ആവശ്യമുള്ളത്. ഇനി ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ഈ 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ നേരത്തെ നമ്മൾ പറഞ്ഞേ, അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3 കട്ട ശർക്കര ഇടുക. ഇതൊന്ന് ഉരുക്കി വരണം. നോക്കൂ, ഇപ്പം നമ്മൾ ശർക്കര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ലപോലെ പതയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ ശർക്കര എല്ലാം ഉരുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കത് ഓഫ് ചെയ്താലോ. ഇനി നമുക്കതൊന്ന് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാം. ഇനി ഇതിവിടെ എടുത്ത് വെക്കാം. നമുക്ക് ഇനി നമുക്കൊരു പാന് അടുപ്പത്ത് വെക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിക്കുക. ഇനി നെയ്യ് ചൂടാവുമ്പോൾ അതിങ്ങനെ ഉരുകി വരുന്നുണ്ട്. അത് ചൂടാവുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച തേങ്ങാക്കൊത്ത് ചേർക്കാം. ഈ 3 ടീസ്പൂൺ തേങ്ങാക്കൊത്താണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അത് ചേർക്കാം. ഇനി ഇതൊന്ന് ഇളക്കുക. നല്ലപോലെ ഇളക്കി കുറച്ച് കളർ മാറുന്ന സമയത്ത് നമുക്കിതിലേക്ക് എന്ത് ചേർത്ത് കൊടുക്കാം? അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. 7-10 അണ്ടിപ്പരിപ്പ് ഇതിലേക്ക് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി വീണ്ടും ഒന്ന് ഇളക്കി വേവിക്കുക. ഇപ്പം നോക്കൂ, 2-3 ലൈറ്റ് ബ്രൗൺ നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്, ഇളം തവിട്ട് നിറത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട ചെറിയ ഉള്ളി നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വലിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് അരി കഴുകി ഊറ്റിയെടുക്കാം. നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണത്. ഇതെല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കാം. നേരത്തെ നമ്മൾ ഉരുക്കി വെച്ചിരുന്ന ശർക്കരയുടെ പകുതി ഭാഗം നമുക്കിതിലേക്ക് ഒഴിക്കാം. ഇനി നേരത്തെ എടുത്ത് വെച്ച് 3 ടീസ്പൂൺ ചൂടുള്ള ചോറ് ഇതിലേക്ക് ചേർക്കാം. ഇനി ഏലക്ക പൊളിച്ച് അത് ഇതിലേക്ക് ചേർക്കാം. 1 ഏലക്ക മാത്രമാണ് കേട്ടോ അടയ്ക്കേണ്ടത്. ഇനി നമ്മളിതൊന്ന് അരച്ചെടുക്കാം. നോക്കൂ, ഇതെല്ലാം അരച്ച് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് നേരത്തെയുള്ള ശർക്കരയുടെ വെള്ളം ഉണ്ടല്ലോ, ശർക്കര പാനി, അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ അരിയെല്ലാം അതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു, മാവെല്ലാം ഇതിലേക്ക് ഒഴിച്ചു കഴിഞ്ഞു. ഇത് നോക്കൂ, ഇതിലേക്ക് നമുക്ക് അപ്പസോഡയും ഉപ്പും ചേർക്കാം. 1/4 ടീസ്പൂൺ അപ്പസോഡയും 1 നുള്ളു ഉപ്പുമാണ് നമ്മൾ ചേർക്കുന്നത്. ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മളിതിലേക്ക് ഇടുന്നത് പകുതി തേങ്ങാക്കൊത്താണ്. തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പ് ഒന്നുകൂടെ നന്നായി ഇളക്കിയെടുക്കണം. ഇപ്പോൾ നോക്കൂ, എല്ലാ ചേരുവകളും നന്നായി റെഡിയായി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാചകം ചെയ്താലോ. അതിനുവേണ്ടി നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെക്കാം. 3 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിട്ടുള്ളത്. ഇനി കുക്കറിലെ വെള്ളത്തിൻ്റെ നനവെല്ലാം വറ്റിയ ശേഷം 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. 1-1.25 ചേർക്കാവുന്നതാണ്. ഇനി ഈ നെയ്യ് ചൂടാവുമ്പോൾ നമ്മുടെ ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർക്കാം. ഇത് കുറച്ച് നേരം ഇളക്കി വേവിക്കണം. ഇത് പകുതി വെന്ത പോലെ ആയിട്ടുണ്ട്. ഏകദേശം 2 മുതൽ 3 മിനിറ്റ് വരെയുള്ള സമയത്താണ് നമ്മളിത് ഇളക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് മാവ് ഒഴിക്കാം. നോക്കൂ, തിള പോലെ ഇങ്ങനെ വരുന്നുണ്ട്. ഇതിലേക്ക് തിളക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ബാക്കി വെച്ച തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും ചേർക്കണം. ഇനിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹൈലൈറ്റ് ഐറ്റം ചേർക്കേണ്ടത്. അതായത് 3 ടീസ്പൂൺ പൊരിയാവൽ ഇതുപോലെ ഇങ്ങനെ വിതറി കൊടുക്കുക മുകളിലേക്ക്. ഇനി വിസിൽ ഊരി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ അടപ്പടച്ച് വെക്കാം. ഇനി നോക്കൂ, ഇതിലിങ്ങനെ നമ്മളെ വിസിലിൻ്റെ ആ ഭാഗത്ത് നമ്മൾ വിസിൽ ഊരി വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ആ കുഴൽ ഭാഗത്ത് ഇങ്ങനെ ചെറുതായിട്ട് കുമിളകൾ പൊട്ടുന്നുണ്ടാവും. കുമിള പൊട്ടുന്ന സമയത്ത് നമുക്ക് സിമ്മിലിടാം.
ഏറ്റവും ലോ ആയിട്ടുള്ള തീയാണ് ഇപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നേരത്തെ നമ്മൾ വെച്ചിരുന്നത് മീഡിയം ഫ്ലെയിമിലായിരുന്നു. ഇനി നമുക്ക് 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്നെടുക്കാം. നോക്കൂ, ഒരു ചട്ടുകം വെച്ചിട്ട് അതിൻ്റെ സൈഡൊക്കെ അങ്ങനെ ഒന്ന് വേർപ്പെടുത്തി കൊടുക്കാം. അപ്പത്തിൻ്റെ സൈഡൊക്കെ കുക്കറിൽ നിന്നൊന്ന് ചെറുതായിട്ട് വേർപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പരന്ന പാത്രത്തിലേക്ക് കൊട്ടി വെക്കാം. ഇപ്പോൾ നോക്കൂ, നല്ല അടിപൊളി സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ കഴിച്ച് തന്നെ അറിയണം. ഇതിൻ്റെ സോഫ്റ്റ്നെസ്സും ഇതിൻ്റെ ടേസ്റ്റും ഒക്കെ നമ്മൾ കഴിച്ച് തന്നെയാണ് അറിയേണ്ടത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളതൊന്ന് ഉണ്ടാക്കി നോക്കുമോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വേറൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.